ഹായ് ഓൾ, അർച്ചനയാണ് ഫ്രം മയൂര. ഇന്ന് നമ്മൾ പേൾ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള പേളിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. പേളിൻ്റെ ഹാരംസും മിഡ് ഹാരംസും കുറച്ച് നീളമുള്ള ഹാരംസും ചോക്കറിൻ്റെ ഒരു ഒന്നോ രണ്ടോ ഒരു വെറൈറ്റി എന്തോ ഉള്ളൂ. 17 കളക്ഷൻസേ ഉള്ളൂ. ഞാൻ അധികം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അധികം കൊണ്ടുവരാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേൾ എപ്പോഴും നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കാണിക്കാറുള്ളൂ. പിന്നെ മാത്രമല്ല, ഒരുപാട് ഞാനിങ്ങനെ കുത്തി നിറച്ച് ലൈവ് ചെയ്താലും എല്ലാവർക്കും ബോറടിക്കും. നമ്മൾ ലൈവ് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ലൈവിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മളുടെ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ലൈവ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് റാദർ ദാൻ ഈ റീൽസും ഒക്കെ നമ്മൾ ചെയ്ത് അതിട്ട് നമ്മൾ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഇതിൽ പിടിച്ച് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് റീൽ അത്യാവശ്യമാണ്. പക്ഷെ നമ്മൾ അത് കാണിക്കുന്നതിന് പകരം ഒരു മിനിറ്റ് ഇപ്പോഴത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റീൽ ഇടേണ്ടതാണ്. പക്ഷെ ഇപ്പോഴും നമുക്ക് ആക്റ്റീവായിട്ട് ലൈവിൽ ജോയിൻ ചെയ്ത് തന്നെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ആ ഒരു വിഭാഗം ആൾക്കാർ നമുക്ക് ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ലൈവ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടായിരുന്നു, മുന്നേ ഇട്ടായിരുന്നു, ഒന്നുകൂടി ഇട്ടേക്ക്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ, നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യട്ടെ. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് കുറേ പേര് ലെഫ്റ്റ് ആവുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നവർക്കായിട്ട് സ്പെഷ്യൽ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോയിൻ ചെയ്തിട്ട് ഓഫർ മേടിച്ചിട്ട് ഇറങ്ങി പോകുന്ന പരിപാടി നടക്കില്ല. അപ്പോൾ അത് കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആരും ലൈവിൽ കയറിയിട്ട് ഓഫർ മേടിച്ചുകൊണ്ട് മാത്രം പോകാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ പേൾ സീരീസ് ആണ് കാണിക്കുന്നത്. സന്ധ്യ ബിനോ ഹായ്. അപ്പോൾ എല്ലാവരും ഒന്ന് ആക്റ്റീവ്ലി നല്ലപോലെ ജോയിൻ ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, കുറച്ച് പേരുടെ കയറിയിട്ട് നമുക്ക് തുടങ്ങാം. സുഖമാണ് അഞ്ജു മഞ്ജു. മേഘ ബിനു ഹായ്. സുഖമാണ് അനീഷ. തുളസി നായർ ഹായ്. കുറച്ച് പേരുടെ കയറിയിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. മേഘ ബിനു, സുജിത അജിത് കുമാർ, സന്ധ്യ ബി ആർ ഹായ്. മീന സനൽ ഹായ്. ജിലു മേനോൻ ഹായ്. അഞ്ജലി രാജ്കുമാർ ഹായ്. കുറെ നാൾ കൂടിയിട്ടാണല്ലോ അഞ്ജലി കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. PE സീരീസ് ആണ് ഇന്നത്തെ ലൈവിന്റെ കോഡ്. പി ഫോർ പേൾ, ഇ ഫോർ ഇംഗ്ലണ്ട്. PE നിങ്ങൾ ആ ആൽഫബറ്റ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പേൾ സീരീസിന്റെ ലേറ്റസ്റ്റ് ഇതിലുള്ള നമ്പർ മാത്രം നിങ്ങൾ നോട്ട് ചെയ്താലും മതി. ഓക്കെ, PE സീരീസ് ആണ്. ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മളുടെ ഇത് നമ്മൾ ബീഡ്സിൽ കൊണ്ടുവന്നപ്പോൾ, നോർമൽ ബീഡ്സിൽ കൊണ്ടുവന്നപ്പോൾ കുറേ എൻക്വയറീസ് വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഇപ്രാവശ്യം പേളിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഗണപതി. ഓക്കെ, ഗണപതി PE സീരീസ് ആണ്. PE 1190 റുപ്പീസ് ആണ് കേട്ടോ ഇതിന്. PE സീരീസ് 1190. റാണി എന്ന പ്രൊഫൈൽ ആയിരുന്നു, ഇപ്പോൾ ഒഫീഷ്യൽ നെയിമിലേക്ക് മാറിയതാണ്. ഇറ്റ്സ് ദ സെയിം പേഴ്സൺ. അനീഷ എസ് കുമാർ. ഓക്കെ അനീഷ. പാലക്ക കരിമണി തിരുപ്പതി ഭഗവാന്റെ സെറ്റ് എല്ലാം കിട്ടി, എല്ലാം സൂപ്പർ ആയിരുന്നു. താങ്ക് യു ഇന്ദു. ഹായ്ഡാ ആശ. ഓക്കെ, അപ്പൊ ഇത് PE 01 ആണ്. 1190 റുപ്പീസ് ആണ് ഞാനിപ്പോ കാണിക്കുന്നത്. 1190, 1190 രൂപ കേട്ടോ. ഞാൻ ക്ലോസപ്പിൽ ഇങ്ങനെ കാണിക്കാം. ഇതാണ്, അതിനൊരു കമ്മലും കൂടെ വരുന്നുണ്ട്. ജിമുക്ക ഇതാണ് വന്നിരിക്കുന്നത്. മീഡിയം സൈസ് ആയിട്ടുള്ള ജിമുക്ക ആണ്. ഇല്ല ജ്യോതിയുടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ബിന്ദു ജയൻ ഹായ്. സുഖമായിട്ടിരിക്കുന്നു ബിന്ദു. ഇതാണ് മാല. ഈ മാലയിൽ ഓഫ് വൈറ്റ് കളറിലുള്ള പേളാണ്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയട്ടെ, ഇന്നത്തെ ലൈവിൽ കാണിക്കുന്ന സെറ്റുകളുടെ എല്ലാം പേള് വന്നിട്ട് ഗ്യാരണ്ടീഡ് പേളാണ്. റിയൽ പേൾ അല്ല, അതായത് റിയൽ ഹൈദരാബാദ് പേൾ അങ്ങനത്തതൊന്നും അല്ല. ഗ്യാരണ്ടീഡ് പേൾ ആണ്. പിന്നെ നിങ്ങൾ പ്രോപ്പർലി യൂസ് ചെയ്യുക. വേർപ്പ് തങ്ങി നിന്നിട്ട് പിന്നെ അതിൻ്റെ ഇത് പോയി കഴിഞ്ഞാൽ നമുക്കതിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. നിങ്ങൾ പ്രോപ്പർലി യൂസ് ചെയ്യുക. ഓക്കെ, ജോബ് മാറി അതിൻ്റെ കുറച്ച് ബിസി ആയി പോയി. സുഖമല്ലേ? സുഖമാണ് അഞ്ജലി. പുതിയ ജോബൊക്കെ നന്നായിട്ട് പോകുന്നെന്ന് വിചാരിക്കുന്നു. ജിനു ജോയ് ഹായ്. രമ്യ ഹനീഫ് ഹായ്. കുറെ നാളായല്ലോ രമ്യനെയൊക്കെ കണ്ടിട്ട്. അതെ, ഇതാണ് അടുത്ത സെറ്റ്. ഫസ്റ്റ് സെറ്റ് PE 01 ആണിത്. 1190 റുപ്പീസ് ആണ്. നിഖില രാജേഷ് ആണ്.
എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. കയറുന്നവർ ഒന്ന് ഷെയർ ചെയ്യുക. ഓണം സെയിലാണ്. എല്ലാവർക്കും യു ആർ എക്സാക്ട്ലി ലൈക്ക് അഞ്ജലി. ഈ ലതാ ജവഹർ കയറിയിട്ട് എന്നെയും ചേച്ചിയാൻ പറ്റി കമ്പാരിസൺ ആണല്ലോ എപ്പോഴും. താങ്ക് യു സോ മച്ച് ലത. ലക്ഷ്മി ഗണേഷ് ഹായ് ഡാ, നീ ജോയിൻ ചെയ്തോ? താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. PE01 ആണിത്. 1190. ഇതാണ് മാലയുടെ ലോക്കറ്റ്. പേളിന്റെ ചെയിൻസ് നോക്കിക്കേ. ഇത് നല്ല ഓഫ് വൈറ്റ് ആയിട്ടുള്ള പേൾസ് ആണ്. അതിന് ക്യാപ്പ് ആൻഡ് കോൺസ് വരുന്നുണ്ട്. ഇടയ്ക്കൂടെ റെഡ്, പിന്നെ റെഡ് ഗ്രീൻ അങ്ങനത്തെ ഇടയ്ക്കൂടെയുള്ള പേൾസും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. PE01 1190. ഒരുപാട് ഗ്രാൻഡ് സെറ്റും അല്ല, എന്നാൽ നല്ല ഒരു സാരിയുടെ ഒക്കെ കൂട്ടത്തിൽ നല്ലൊരു ഔട്ട്ലുക്ക് ആണ് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കുർത്ത ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് സാരിയുടെ കൂട്ടത്തിലാണെങ്കിലും കുർത്തയുടെ കൂട്ടത്തിലാണെങ്കിലും ഒക്കെ നല്ല രസമായിരിക്കും. PE01 ആണ്. 1190. സുനിമോൾ ഹായ്. 1190 rupees. ഓക്കെ, PE01. അടുത്തത് PE02 ആണ്. ഇതും നല്ല ഭംഗിയുള്ള ഒരു പേൾ ഹാരമാണ്. ഈ പേളിന്റെ ഇടയിൽ കൂടി നമുക്ക് ഇതുപോലത്തെ ബീഡ്സ് വരുന്നുണ്ട്. ആ ബീഡ്സിന്റെ കളർ വന്നിട്ട് നല്ല റൂബി ആൻഡ് എമറോൾഡ് ബീഡ്സിന്റെ കളേഴ്സ് ആണ്. അതിന്റെ കൂട്ടത്തിൽ ഗോൾഡ് ഇതും കൂടെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നന്നായി പോകുന്നു. ഓക്കേടാ. ഓക്കെ, അപ്പോൾ ഇത് PE02 ആണ്. 990 rupees ഉള്ളി. 990 rupees. ഇതൊരു കുട്ടി ജുമുക്കയും കൂടെ ഉണ്ട്. ഒരു മീഡിയം എന്നും പറയാൻ പറ്റത്തില്ല, കുഞ്ഞു ജുമുക്കയാണ് കണ്ടോ. ഇതാണ് മാല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഈ താഴത്തെ ലിങ്ക് കാരണം കാണാൻ പറ്റാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വൈപ്പ് റൈറ്റ് ചെയ്ത് വിടുക. ഓക്കെ, ഇതാണ് മാല. ഇതാണ് ലോക്കറ്റ് കേട്ടോ. മയൂരലക്ഷ്മി ലോക്കറ്റ് ആണ്. താഴോട്ട് ലൈറ്റ് ഗ്രീൻ പേൾസ്. ഇതിപ്പോ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇതുപോലത്തെ ബീഡ്സ് താഴെ വരുന്നത് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇതിന്റെ 3 ലെയറിലുള്ള പേൾ ആണ്. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ്. ഓക്കെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ്. PE02 ആണ്. 990 rupees. ഉദയദാസ് ഹായ്. 990 rupees ആണ്. ഇതാണ് പെൻഡന്റ്. ഓക്കെ, പെൻഡന്റ് ഇതാണ്. ഇത് 3 ലെയറിൽ പേള് പോയിട്ട് ഇടയ്ക്കൂടെ ഗോൾഡും റൂബിയും എമറോൾഡും കൂടെ ഉള്ള ബീഡ്സ് പോകുന്നു. ഓക്കെ, PE02 990 rupees. 990 rupees PE02. ഇതാണ് മാല. ഇതിന്റെ ലെങ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. നമ്മൾ ഈ ലൈവ് വരുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ഈ ലെങ്ത് ഇട്ട് കാണിക്കാനാണ്. പിന്നെ ഈ മാലയ്ക്ക് പുറകിൽ കൊളുത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തലയിൽ കൂടി ഇടേണ്ടി വരും. എന്നാലും ലെങ്ത് നോക്കിക്കാൻ കണ്ട നല്ല ഭംഗിയുള്ളൊരു മാലയാണ്. ഈവൻ കുർത്തയുടെ കൂട്ടത്തിലും അല്ല സാരിയുടെ കൂട്ടത്തിലും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും. PE02 ആണ് കേട്ടോ. ഇത് PE02 രണ്ടാമത്തെ കോഡാണ്. PE02 990 rupees. 990 rupees ഉള്ളി. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. കയറുന്നവർ ഒന്ന് ഷെയർ ചെയ്യുക. ഞാനത് പറഞ്ഞപ്പോഴോട്ടെ, ഞാൻ ഷെയർ ചെയ്തില്ല. അടുത്തത് PE03 ആണ്. PE03 ഇത് വന്നിട്ട് ഒറ്റ ലെയറിൽ വരുന്ന ഒരു പേൾ മാലയാണ്. ഒരു മിഡ് ഹാരമാണ്. ഒറ്റ ലെയറിൽ വന്നിരിക്കുന്ന ഒരു പേൾ ലെയർ. PE03 ആണ്. ഇതിനൊരു സ്റ്റഡും വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സ്റ്റഡും വരുന്നുണ്ട്. PE03 മൂന്നാമത്തെ കോഡാണ്. 770 rupees. ഷീബ രാധാകൃഷ്ണൻ ഹായ്. PE03 ആണിത്. 770 rupees ആണ് കേട്ടോ. 770 രൂപ. 770. PE03 ആണ്. മൂന്നാമത്തെ കോഡാണ്. നിങ്ങൾ ഈ കോഡ് നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിലും ഞാൻ കോഡ് ഉദ്ദേശിച്ചത് ഈ ഒരു ആൽഫബറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു നമ്പർ നോട്ട് ചെയ്യണം. സ്ക്രീൻഷോട്ട് മാത്രമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട കാര്യമില്ല. പിക്ചർ അയച്ചു തരേണ്ട കാര്യവുമില്ല. കറക്റ്റായിട്ട് കോഡ് മാത്രം പറഞ്ഞാൽ മതി. ഫോട്ടോ മാത്രമായിട്ട് അയച്ചു തരരുത്. കോഡൊന്ന് പറയണം കേട്ടോ. PE03 ആണ്. 770 rupees. ഇതിന്റെ പുറകിലത്തെ പ്രസ് ടൈപ്പ് സ്റ്റഡ് ഇതാണ്. ഷെയർ ചെയ്യണം കേട്ടോ മാക്സിമം എല്ലാവരും. ഓക്കെ, PE03 ആണ്. ഇതിന്റെ ഞാൻ ക്ലോസപ്പ് കാണിക്കാം. PE03 ഇങ്ങനെ ഒരു പെൻഡന്റ് ആണ്. ദേവി മാത്രമേ ഉള്ളൂ. മുകളിൽ നല്ല റെഡ് പിങ്ക് കളർ ഗ്രീൻ കളർ സ്റ്റോണും വരുന്നുണ്ട്. ഒറ്റ ലെയറിലുള്ള പേൾ. ഓക്കെ, ഒറ്റ ലെയർ. ഇതിന്റെ ലെങ്ത് മിഡ്ഹാരമാണെന്ന് ഞാൻ പറഞ്ഞു. മിഡ്ഹാരം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറച്ച് മെലിഞ്ഞവർക്ക് ഇതൊരു മിഡ്ഹാരം ലെവലിൽ കിടക്കും. കുറച്ച് ഏകദേശം എനിക്കും കിടക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതെ, ഇവിടെ കിടക്കും. ഓക്കെ, കയറ്റി കിടക്കേണ്ടവർക്ക് കയറ്റിയും ഇടാം. ലെങ്ത് വേണ്ടവർക്ക് അത് എക്സ്ട്രാ ചെയിൻ നമ്മളുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുക. ചെയിൻ ആണെങ്കിലും ഇത് സെയിം ഷെയ്ഡ് നമ്മുടെ കയ്യിൽ തീർന്നിരിക്കുകയാണ്. അത് നമ്മൾ പണിയാൻ കൊടുത്തിട്ടുള്ളൂ, ടൈം എടുക്കും. ഇത് നോർമൽ ഗോൾഡ് ഷെയ്ഡിലുള്ളത് മതി എന്നുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യുക കേട്ടോ. PE03 770 rupees. അടുത്തത് PE04 ആണ്. ഇതും 770 ആണ്. ഇത് ഡബിൾ ലെയറിൽ വരുന്ന കുഞ്ഞു ബീഡ്സിന്റെയാണ്. ഗീത ചൗധരി ഹായ്. PE04 ആണിത്. നാലാമത്തെ കോഡാണ്. 4th കോഡ്. PE04 770 rupees.
ഗജലക്ഷ്മി സ്റ്റഡ്. ഓക്കെ, ഗജലക്ഷ്മിയുടെ സ്റ്റഡാണ്. ഈവൻ പെൻഡന്റ് ഓൾസോ ഗജലക്ഷ്മി സ്റ്റഡാണ്. ഗജലക്ഷ്മി അല്ല, ദിസ് ഇസ് മയൂരലക്ഷ്മി. അർച്ചനയുടെ ലൈവ് കാണാൻ പറ്റുന്നില്ല, ആക്ച്വലി അറിയുന്നില്ല. സുഖമാണോ? സുമ സുരേഷ് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആണോ എന്നൊന്ന് പറയണേ. കാരണം നമ്മളിപ്പോൾ കാരണം ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഈ ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ വന്നത് കാരണം എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ലൈവ് ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ്, ഞാൻ ലൈവിൽ വരുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരണമെന്നില്ല. അപ്പോൾ അങ്ങനെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരാണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ ലൈവ് ചെയ്യാണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ടച്ച് വിടും, അപ്പോൾ നോട്ടിഫിക്കേഷൻസ് വരില്ല. പക്ഷെ നമ്മൾ റെഗുലർലി നമ്മൾ ലൈവ് ചെയ്യുമ്പോഴും നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്നൊന്ന് പറയൂ സുമ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് പിങ് ചെയ്താൽ മതി, കമ്മ്യൂണിറ്റിയിൽ ആഡ് ആക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ലൈവ് വരുന്നതും നമ്മളുടെ പുതിയ കളക്ഷൻസും ഒക്കെ നേരത്തെ അറിയിക്കും. ഓക്കെ, PE04 ആണ്. ഡബിൾ ലെയറിലുള്ള ബീഡ്സ് ആണ്. ഇത് കുഞ്ഞു പേളാണ് കേട്ടോ. അമ്പിളി അനീഷ് ഹായ്. ഇത് കുഞ്ഞു പേളാണ്. മുന്നേ കാണിച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടെ കുഞ്ഞതാണ്. ഇത് നോക്കിയിട്ട് ഈ ഒരു ലെവലിൽ PE04 നാലാമത്തെ കോഡാണിത്. PE04 770 rupees, 770. അടുത്തത് ബ്യൂട്ടിഫുൾ കളർ. താങ്ക് യു ലക്ഷ്മി. PE05 ആണിത്, 1990 rupees. ഇത് വന്നിട്ട് കെംപു സെറ്റഡ് സ്റ്റോൺസിൽ വരുന്ന ഒരു പീകോക്കിന്റെ മാലയാണ്. ഇതും പേൾ ബീഡ്സ് തന്നെയാണ്, പക്ഷെ 3 ലെയർ പേൾ ബീഡ്സ് വരുന്നുണ്ട്. താങ്ക് യു ഷാരു. നോക്കിക്കേ, ഇതൊരു ഡാൻസിങ് പീകോക്ക് ആണ്. അതിൽ ഡാൻസിങ് പീകോക്ക് ആണെങ്കിലും അതിന്റെ പീകോക്കിൽ സ്റ്റോൺസ് മൾട്ടി സ്റ്റോൺസ് ആണ്. അതായത് റൂബി വരുന്നുണ്ട്, എമറോൾഡ് വരുന്നുണ്ട്, പിന്നെ വൈറ്റ്, അങ്ങനെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് വരുന്നത്. അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡാണ് ഇതിന് വരുന്നത് കേട്ടോ. ഹാങ്ങിങ്സും വരുന്നുണ്ട്. സ്റ്റഡാണിത്. PE05 ആണ്. 990 rupees. 1190 rupees. സോറി 1190 ആണ്. 1190 രൂപ. ഇതാണ് അതിന്റെ മാലയുടെ ലോക്കറ്റ്. നല്ലൊരു ഡാൻസിങ് പീകോക്ക് ആണ്. 3 ലെയർ ആണ് ഇതിന്റെ ബീഡ്സ് വന്നിരിക്കുന്നത്. 1190. പറഞ്ഞായിരുന്നു 17 എണ്ണം ഉള്ളു കേട്ടോ. ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇതാണ് മാല. ഇതിന്റെ ലെങ്ത് ഇത്രയും കിടക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള മാലയാണ്. 05 ആണ് കേട്ടോ. 5ാമത്തെ കോഡാണ്. PE05 ആണ്. 1190 rupees, 1190 രൂപ. PE05 ആണ് കേട്ടോ. അടുത്തത് തന്നെ അതിന്റെ തന്നെ കളർ വേരിയേഷൻ ആണ്. PE06 ആണ്. Only pearls today. Yes, Geeta Chaudhary ma'am, only pearls today. Like we had actually put the promo like today is the pearls exclusive collections day. Tomorrow also there will be live. It will be of a different genre. Today it is pearl. Okay, so PE06 ആണ്. This is PE06. This is having only white and AD stones and rubyയും AD stonesും മാത്രം വരുന്ന നെക്സ്റ്റ് സെറ്റ് ആണ്. PE06 1190 rupees. 1190 rupees. PE06. ഉഷാ ശശി മാം PE01. ഓക്കെ മാം, ഒന്ന് വാട്സാപ്പ് ചെയ്യണേ, മറക്കല്ലേ. ബുക്ക് ചെയ്യാം, ഒന്ന് വാട്സാപ്പ് ചെയ്യണം കേട്ടോ. PE06 1190 rupees. PE06. അടുത്തത് PE07 ആണ്. ഞാൻ ആദ്യമേ കാണിച്ച നമ്മളുടെ ഗണപതിയുടെ തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. അതിനകത്ത് വരുമ്പോഴത്തേക്കും ഇവിടെ ആദ്യമേ 3 പേള് വന്നിട്ട് റെഡ് ആയിരുന്നു, പിന്നെ ഗ്രീൻ വരുന്നു, പിന്നെ റെഡ്, അങ്ങനെയായിരുന്നു. ഇത് വേറൊരു വ്യത്യാസം, അത്രേ ഉള്ളൂ. വേറെ ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ അതിന്റെ നടുക്കത്തെ സ്റ്റോൺ വന്നിട്ട് ഗ്രീൻ ആണ്, ഇത് നടുക്കത്തെ സ്റ്റോൺ വന്നിട്ട് റെഡ് ആണ്. അതാണ് ഇതിന്റെ വ്യത്യാസം. ഓക്കെ, PE07 ആണിത്. 1190. അപ്പോൾ അത് സോൾഡ് ഔട്ട് ആയി പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇത് മേടിക്കേണ്ടവർക്ക് ഇതിന്റെയും കൂടെ സ്റ്റോക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. PE01 ആൻഡ് PE07 രണ്ടിന്റെയും സ്റ്റോക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഏതെങ്കിലും ഒന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ ഇത് മേടിക്കാം. പിന്നെ മാത്രമല്ല, ഇതിന് തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിന് പുറകിൽ റെഡ് സ്റ്റോൺ ആണ്, മറ്റതിന് പുറകിൽ ഗ്രീൻ സ്റ്റോൺ ആണ്. അത് മാത്രമാണ് വ്യത്യാസം. ഇൻ ടോട്ടൽ പെട്ടെന്ന് കാണുമ്പോൾ ഡിസൈൻ സെയിം ആണ് കേട്ടോ. PE07 ആണിത്. 1190 rupees. 1190 rupees. ഫ്രീ ഷിപ്പിംഗ് ആണ്. ആദ്യമായിട്ട് കാണുന്നവര് ലൈക്ക് ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവര് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇറ്റ് ഇസ് ഫ്രീ ഷിപ്പിംഗ് വിത്തിൻ ഇന്ത്യ, എവറിവെയർ ഇറ്റ് ഇസ് ഫ്രീ ഷിപ്പിംഗ്. ജസ്റ്റ് ദി ഐറ്റംസ് പ്രൈസ് ഇസ് വാട്ട് യു ഹാവ് ടു പേ. അതർവൈസ് ഇറ്റ് ഇസ് എ ഫ്രീ ഷിപ്പിംഗ്. യു വിൽ ഗെറ്റ് ഇറ്റ് അറ്റ് യുവർ ഹോം ഡോർ സ്റ്റെപ്പ്. ഓക്കെ, PE08 ആണിത്. നെക്സ്റ്റ് ഇസ് PE08. സമയമില്ല ഫിക്സ് ചെയ്യാൻ. അടുത്തടുത്ത് PE
08 ആണ്. PE08 ആണ്. ഹായ് നിധി. PE08 ആണ് ഇപ്പൊ കാണിക്കാൻ പോണത്. 770 rupees ആണ്. അതിന്റെ സ്റ്റഡ് ആണ് കേട്ടോ, ഇത് സ്റ്റഡ് ആണ്. PE08. ഇതും 2 ലെയറിൽ പേളിൽ വരുന്ന മാലയാണ്. 2 ലെയർ പേൾ, സ്മോൾ ബീഡ്സ് പേൾ ആണ്. ഇതാണ് ലോക്കറ്റ്. പെൻഡന്റ് ഇസ് ദിസ് വൺ ആൻഡ് സ്റ്റഡ് ഇസ് ദിസ് വൺ. PE08 770 rupees. 770 rupees. പെൻഡന്റ് കേട്ടോ, ഐ മീൻ സ്റ്റഡ്. PE08 ആണ് 770 rupees. PE08. അടുത്തത് PE09 ആണ്. അതിന്റെ തന്നെ ജസ്റ്റ് വേറൊരു കളർ വേരിയേഷൻ. അത് ഫുൾ ഗ്രീൻ ആയിരുന്നു, ഐ മീൻ ഗ്രീൻ ആൻഡ് റെഡ് ആണ്. ഇത് ഫുൾ റെഡ് ആണ്. ഓക്കെ. PE09 സെയിം പ്രൈസ് 770 rupees. PE09 9th കോഡാണ്. PE09 770 rupees. 770 rupees. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ്, എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ് ആൻഡ് ഫ്രീ ഷിപ്പിംഗ് വിത്ത് ഇൻ ഇന്ത്യ. അടുത്തത് PE10 ആണ്. മറ്റേത് 2 ലെയർ ആണ്, ഇത് സിംഗിൾ ലെയർ. ഞാൻ ഇതിന്റെ തന്നെ സിംഗിൾ ലെയറിന്റെ തന്നെ ഒരെണ്ണം കൂടെ കാണിച്ചിരുന്നു. അതിൽ തന്നെ വേറെ കളർ വേരിയേഷൻ ആണ്. PE10 770 rupees. എല്ലാത്തിന്റെയും സ്റ്റഡും പെൻഡന്റും ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒറ്റ ലെയറിൽ കുഞ്ഞു പേൾസ് വേണ്ടവർക്ക് ഇതെടുക്കുക. കുറച്ചും കൂടെ കുഞ്ഞു ലെയറിൽ കുഞ്ഞു പേളില് 2 ലെയർ വേണ്ടവർക്ക് മറ്റേ പാറ്റേൺ എടുക്കുക. ഓക്കെ, വേറെ വ്യത്യാസമൊന്നുമില്ല. PE10 ആണ് 770 rupees. 770 rupees ആണ് എല്ലാ അതിന്റെയൊക്കെ പ്രൈസ്. ഓക്കെ. PE10 ഇപ്പൊ കാണിക്കുന്നത് PE10 ആണ് 770. അടുത്തത് PE11 ആണ്. ഇത് നമ്മളുടെ മൾട്ടി ലെയർ ക്ലസ്റ്റേർഡ് ചെയിൻ ആണ്. ഇത് എപ്പോഴും നമ്മളുടെ എപ്പോഴത്തെയും ബെസ്റ്റ് സെല്ലർ ആണിത്. PE11 ആണ് 870 rupees. PE11 870. ഇതിനകത്ത് എത്ര ചെയിൻസ് വരുന്നത് എണ്ണി കാണിക്കാം. 1 2 3 4 5 6 1 2 3 4 5 6 7 8 ലെയർ ആയിട്ടുള്ള മൾട്ടി ബീഡഡ് ആയിട്ടുള്ള ചെയിൻ ആണ്. 8 ലെയർ ഉണ്ട് കേട്ടോ. ജസ്റ്റ് മാല മാത്രമേ ഉള്ളൂ, ഇതിനെ കമ്മലില്ല. നോ ഇയറിംഗ്സ്, ഇറ്റ് ഇസ് ജസ്റ്റ് ദ ചെയിൻ ഓൺലി. PE11 870 rupees. 870 rupees. നല്ല ടസർ സാരിയുടെ ഒക്കെ കൂടെയും നല്ല ഡിസൈനർ അങ്ങനത്തെ സാരിയുടെ ഒക്കെ കൂട്ടത്തിൽ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ്. PE11 ആണിത്. 870 rupees. കണ്ടോ, 870. ജസ്റ്റ് ഇതൊരു 1 ലെയർ ഒന്ന് ചെയ്തിട്ടാൽ മതി, നല്ല ഭംഗിയായിരിക്കും. ഞാനിത് പേളിന്റെ സീരീസ് ശരിക്കും പറഞ്ഞത് ഒരു കണ്ടംപററി സെറ്റ്, ഒരു മോഡേൺ കൈൻഡ് ഓഫ് ഒരു അറ്റയറിന്റെ കൂട്ടത്തിലൊക്കെ പറ്റുന്ന ഒരു സെറ്റാണ്. ഒരു കുറച്ച് വെസ്റ്റേൺ വെയറിന്റെ ഒക്കെ കൂട്ടത്തിലൊക്കെ പറ്റുന്ന, വെസ്റ്റേൺ ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു നമ്മളുടെ ഈ ടസർ സാരി അല്ലെങ്കിൽ ഈ പേസ്റ്റൽ കളർ സാരീസിന്റെ ഒക്കെ കൂട്ടത്തിൽ പറ്റുന്ന ഒരു ചെയിൻ ആണിത്. പക്ഷെ ഇതൊരു പേൾ സീരീസിൽ വരുന്നതായതുകൊണ്ടാണ് ഞാനിത് പേളിന്റെ കൂട്ടത്തിൽ കാണിച്ചത്. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ഇടാം. ലിനൻ സാരീസിന്റെ ഒക്കെ കൂട്ടത്തിൽ നല്ല രസമായിരിക്കും. ഈവൻ കുർത്താസിന്റെ കൂട്ടത്തിലും ലെഹങ്കാസ് അങ്ങനത്തെ ഒക്കെ കൂട്ടത്തിലൊക്കെ നല്ല ഭംഗിയായിരിക്കും. PE11 ആണ് കേട്ടോ. ഷൈനി സനൽ ഹായ്ഡാ. PE11 870. 8 ലെയർ ആണ് കേട്ടോ. 8 ലെയർ ആണ്, 8 ലെയർഡ് ആണ്. ഓക്കെ. PE11. അടുത്തത് PE12 ആണ്. PE12 ആണ്. ഇപ്പൊ അത് മൾട്ടി കളേർഡ് ആണ്. ഓക്കെ, ഞാൻ മുന്നേ കാണിച്ച കുറച്ച് വൈകിപ്പോയി, കുഴപ്പമില്ല. അടുത്തത് മൾട്ടി ലെയർഡ് തന്നെ, അതേ 8 ലെയർ തന്നെ, പക്ഷെ ഇത് ഫുള്ള് വന്നിട്ട് നല്ല ബീഡ്സ്, നോർമൽ പേൾ ബീഡ്സ് ആണ്. മൾട്ടി കളർ വരുന്നില്ല. ഇത് നോർമൽ പേൾ ബീഡ്സ് ആണ്. ഇതും 8 ലെയർ ആണ് കേട്ടോ. 8 ലെയർ 790 rupees. ഇതിന് 790 ആണ് റേറ്റ്. കുറച്ചും കൂടെ ലെസർ പ്രൈസ് ആണ് ഇതിന്. കാരണം മറ്റേത് വന്നിട്ട് മൾട്ടി ബീഡ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രൈസ് കൂടുതലാണ്. അത് 870 ആണ്. ഇത് 790 rupees. പാർവതി ഹായ്ഡാ. PE12 ആണിത്. PE12 8 ലെയർഡ് പേളുമാല. PE12. അടുത്തത് വന്നിട്ട് ഇനി 4 എണ്ണം കൂടെ ഉള്ളേ. അടുത്തത് വന്നിട്ട് ഒരു മൾട്ടി ലെയർ ചോക്കറാണ്. പിള്ളേർക്കൊക്കെ പറ്റിയ സെറ്റാണ്. ഈവൻ നമുക്ക് നല്ലതാണ്. ഈവൻ ഇതൊരു ഒരു വെസ്റ്റേൺ വെയറിന്റെ കൂട്ടത്തിലും പിന്നെ ഒരു നല്ലൊരു ഫ്രോക്കിന്റെ ഒക്കെ കൂട്ടത്തിലൊക്കെ ഒരു ഇംഗ്ലീഷ് മോഡൽ അങ്ങനത്തെ ഇതൊക്കെ ഒരു റിസപ്ഷൻ വെയറും ഒക്കെ ആയിട്ട് നമുക്ക് ഇടാം. കാരണം ഇനിയിപ്പോൾ കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ ഏതാണെങ്കിലും, ഇപ്പം ഹിന്ദു ബ്രൈഡ് ആണെങ്കിലും ക്രിസ്ത്യൻ ബ്രൈഡ് ആണെങ്കിലും ഏതാണെങ്കിലും കല്യാണങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ റിസപ്ഷൻ വെയറും ഒക്കെ ആയിട്ട് നല്ല ഒരു ഈ നൈറ്റ് വെയർ നൈറ്റ് കളർ ബ്ലൂ കളർ ഈ ലെഹങ്കാസും ഒക്കെ വരുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ കൂട്ടത്തിലൊക്കെ പറ്റിയ ഒരു സെറ്റാണ് കേട്ടോ ഇത്. ഒരു ചോക്കർ കൈൻഡ് ആയിട്ടൊരു ഇംഗ്ലീഷ് ലുക്കും ഒക്കെ വരും. PE14 ആണിത്. 14
ഞാനിതൊന്ന് വെച്ച് കാണിക്കാം. PE14 ആണ്. ഈ ഇംഗ്ലീഷ് മോഡൽ ഈ പ്രിൻസസ് ഒക്കെ ഇടുന്ന ടൈപ്പിലുള്ള ഒരു ഇയറിംഗ് ആണ്, ഐ മീൻ മാലയാണ്. അതിന് പറ്റിയ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗും കൂടെയാണ്. 790 rupees only, 790 രൂപ മാത്രം, 790 rupees only. 3 ലെയർ ആയിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് പേൾ ആണ്. ഇത് പേൾ ആയതുകൊണ്ട് തന്നെ ഒരു ഓഫ് വൈറ്റ് കളറാണ്. നോർമൽ ആയിട്ടുള്ള നല്ല ഒരുമാതിരി വൈറ്റ് കളർ അല്ല, നോർമൽ പേൾ ആണ്. നോക്കിക്കേ, നല്ല ഭംഗിയാണ്. അതിങ്ങനെ കഴുത്ത് വട്ടം ചുറ്റി കിടക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിക്ക് കിടക്കും. PE14 ആണ് കേട്ടോ. 14ാമത്തെ കോഡാണിത്. 790 rupees, 790. ഇതേ ഇങ്ങനെ വരും. ഇത് വേണമെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ഇടാം. അമ്പിളിപ്പൂമാരനോ അല്ലേ, അതിന് പറ്റുന്ന സെറ്റല്ലേ. ഓക്കെ, എനിക്ക് ആ ശ്രീകൃഷ്ണ പോലത്തെ നക്ഷത്രത്തിളക്കത്തിനകത്ത് നഗ്മ ഇടത്തില്ലേ, ഇതുപോലത്തെ ഒരു ഹെഡ്സെറ്റ് അല്ലേ പുള്ളിക്കാരി ഇടുന്നേ. PE14 790 കേട്ടോ. 790 rupees ആണിത്. ഓഫ് വൈറ്റ് പേൾ ആണ്, ഓഫ് വൈറ്റ് പേൾ. PE14 14ാമത്തെ കോഡാണ്, 790. അടുത്തത് PE15 ആണ്. PE15 15. ഇത് ഞാൻ മുന്നേ കാണിച്ച 8 ലെയർ മൾട്ടി ലെയർ ആയിട്ടുള്ള മാലയുടെ തന്നെ 3 ലെയർ ആണ്. സെയിം പാറ്റേൺ അല്ല, പക്ഷെ ഇതിന്റെ ആ ഒരു മിക്സ് ആണ്. ഇടയ്ക്കൂടെ വലിയ വലിയ ബീഡ്സ് ആണ് മൾട്ടി കളറിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഇടയ്ക്കൂടെ നമ്മുടെ ആ ഒരു വൈറ്റ് പേളുമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 3 ലെയർ. ഒത്തിരി ആർഭാടം വേണ്ട എന്ന് വിചാരിക്കുന്ന കുറച്ച് പ്രായമായവർക്കൊക്കെ ഇതിങ്ങനെ ഇടാൻ പറ്റും. അവരുടെ സാരിയുടെ കൂട്ടത്തിൽ കുറച്ച് ഹെഫ്റ്റി ആയിട്ടുള്ളവർക്കൊക്കെ ഇടാം, നല്ല ഭംഗിയായിരിക്കും ഇത്. PE15 670 rupees, 670 rupees കേട്ടോ, 3 ലെയർ. PE15 15ാമത്തെ കോഡ്. അടുത്തത് PE16 ആണ്. ഇത് നല്ല ഭംഗിയുള്ള എൻ്റെ വൺ ഓഫ് ദ പേഴ്സണൽ ഫേവറേറ്റ്, വൺ ഓഫ് ദ എന്ന് പറയുന്നില്ല. ഇത് ഞാൻ ഇതുവരെ കൊണ്ടുവന്നിരിക്കുന്ന എൻ്റെ പേളുമാലകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാലയാണ്. വലിയ ദൂരത്ത് വേണമെങ്കിൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തേ, പക്ഷേ ഇതിന് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ അത് കാരണം എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യുക. PE16 ആണ്. 1290, 1290 രൂപ. കാരണം ഈ പേള് മാലയുടെ ഒരു വലിയ ഫാനാണ് എൻ്റെ അമ്മ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതുപോലത്തെ പേള് മാല പ്രത്യേകിച്ചും ഒരു ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ പേസ്റ്റൽ കളേഴ്സിൻ്റെ ഒക്കെ കൂടുതൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ലിനൻ സാരീസിൻ്റെ ഒക്കെ കൂടുതലൊക്കെ നല്ല ഇതായിരിക്കും കേട്ടോ. ഇതാണ് എൻ്റെ കമ്മല്, ഒരു ഡാംഗ്ലർ ചെറിയൊരു കമ്മലാണ്. പെൻഡന്റിൽ ഒരു തരത്തിലുള്ള മറ്റേ ടെമ്പിൾ ഇംപ്രൻസും ഇല്ല, ജസ്റ്റ് ഒരു ഫുൾ സ്റ്റോൺ വന്നിട്ട് പീകോക്സിന്റെ ഒരു ഡിസൈൻ മാത്രമാണ് ഉള്ളത്. PE16 ആണ്. 1290 rupees. ഇതിന്റെ പുറകിൽ ത്രെഡ് ആണ്, അഡ്ജസ്റ്റബിൾ ത്രെഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാം. PE16 ആണ്. 16ാമത്തെ കോഡാണ്. നല്ല ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. അതുകൊണ്ട് ഇട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതിന്റെ ലെങ്ത് കൂട്ടിയും കുറച്ചുമൊക്കെ ഇടാം. 2 ലെയർ ആണ്. ഓരോ പേളിന്റെ മേളിൽ ക്യാപ്പ് ആൻഡ് കോൺ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഗോൾഡ് എലമെന്റും വരുന്നുണ്ട്. PE16 ആണ്. 1290, 1290 രൂപ. 1290. അടുത്തത് ലാസ്റ്റ് സെറ്റാണ് ഇന്നത്തെ ലൈവിലെ. PE17 ആണ്. തിരുപ്പതി ഭഗവാന്റെ ഒരു നവരത്ന സെറ്റാണ്. ഇതാണ് പെൻഡന്റ്. തിരുപ്പതി ഭഗവാന്റെ നവരത്ന പെൻഡന്റ് ആണ് വരുന്നതാണ്. നവരത്നം എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 ഇല്ല, നവരത്നം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 1 2 3 4 5 6 7 8 നവരത്നം എന്ന് ഞാൻ പറയുന്നില്ല. ഇതൊരു മൾട്ടി സ്റ്റോൺ എന്നേ പറയാൻ പറ്റത്തുള്ളൂ, കാരണം 9 എണ്ണം ഇല്ല. ഇതാണ് സംഭവം. തിരുപ്പതി ഭഗവാന്റെ ഒരു പെൻഡന്റ് ആണ്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ചെയിനിൽ വന്നിട്ട് ഇവിടെ പേൾസ് വരുന്നു. പിന്നെ നമ്മളുടെ മുറുക്കുമാല, പിന്നെയും പേൾസ്. അതിന് ഇവിടെയാണ് അതിൻ്റെ കൊളുത്ത് വരുന്നത് കേട്ടോ. കൊളുത്ത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചെയിനിൽ ഈ കൊളുത്ത് മാറ്റി വേറെ ഇടാം. ഈ കൊളുത്ത് നിങ്ങൾക്ക് ലോക്കറ്റ് നിങ്ങൾക്ക് വേറെയും നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ ചെയിനിലും ഒക്കെ ഇടാം. ഓക്കെ, ഇതിന് മാച്ചിങ് ആയിട്ടുള്ള സെയിം എക്സാക്ട് മാച്ച് ആയിട്ടുള്ള ഒരു മിനിയേച്ചർ, അതിൻ്റെ തന്നെ റെപ്ലിക്ക ഇയറിങ്സും വരുന്നുണ്ട്. ഇയറിങ്സ് വലുതായതുകൊണ്ട് തന്നെ അത് കഴുത്തിൽ കാതിൽ നല്ലപോലെ കവർ ചെയ്ത് കിടക്കും. PE17 ആണിത്. 17ാമത്തെ. ഇതൊരു 8 പിടി മാലയാണ്. 8 പിടി മാലയാണ്, പ്ലസ് പെൻഡന്റ് വരും. അപ്പൊ ലെങ്ത് വരുമ്പോൾ 8 പ്ലസ് പെൻഡന്റിന്റെ ലെങ്ത്തും കൂടെ വരും കേട്ടോ. PE17 ആണ്. 17ാമത്തെ കോഡാണിത്. ലാസ്റ്റ് വൺ ആണ്. 1190 rupees, 1190 രൂപ. PE17. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മളുടെ ഓണം സ്പെഷ്യൽ പേൾ കളക്ഷൻസിൻ്റെ ലൈവ് കഴിഞ്ഞു.
ഇനിയിപ്പം നാളെ വരുന്നത് ഏത് കളക്ഷൻസ് ആണ് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ നാളെ വൈകുന്നേരമായിരിക്കും വരുന്നത്. ഒരു 2:30-3 മണി റേഞ്ചിലായിരിക്കും വരുന്നത്. ഒരു കാര്യം മാത്രം പറയുന്നു, നാളത്തെ ലൈവ് ആരും മിസ് ചെയ്യരുത്. അതുപോലെ എക്സ്ക്ലൂസീവ് കളക്ഷൻസുമായിട്ടായിരിക്കും നാളെ വരുന്നത്. ആരും മിസ് ചെയ്യരുത്. ഓണത്തിന്റെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ നമ്മുടെ ലൈവ് എന്ന് പറയുന്നത് ചിങ്ങത്തിൽ ആയിരിക്കുമല്ലോ. ഇന്നിപ്പം 10-ാം തീയതി അല്ലേ, 8-ാം തീയതി അല്ലേ ആയുള്ളൂ. അടുത്ത ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും ചിങ്ങം തുടങ്ങുമോ? ഇല്ലല്ലോ, 17-ാം തീയതി അല്ലേ? ഇല്ല, ചിങ്ങം തുടങ്ങത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഫോൺ എന്ത് കൊടുക്കും. അടുത്തത് 17-ാം തീയതി അല്ലേ ചിങ്ങം 1? അത് തിങ്കളാഴ്ച എന്താണെന്നാന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അടുത്ത ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും ചിങ്ങം 1 ആവത്തില്ല. ഞാനിത് പറയാൻ കാര്യം, ചിങ്ങത്തിൻ്റെ അന്ന് മുതലാണ് ഓരോ ഫംഗ്ഷൻസും ഒക്കെ എല്ലാവർക്കും തുടങ്ങുന്നത്. അപ്പോൾ ഇല്ല, ശരിയാ, അടുത്ത ശനിയാഴ്ച എന്ന് പറയുന്നത് 15-ആണ്, ചിങ്ങം ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ അതിന് മുന്നേ ഉള്ള നാളെ ഉണ്ടാവും, കമ്മിങ് ഡേയ്സിലും ഒക്കെ നമുക്ക് ഒത്തിരി റീൽസും ഒക്കെ ആയിട്ട് ഒത്തിരി അപ്ലോഡ്സ് ഉണ്ടാവും. 15-ഉം 16-ഉം നമ്മളുടെ ചിങ്ങത്തിന് മുന്നേ ഉള്ള ഇതുമാണ്. പിന്നെ ഓണം അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയാണ്. എന്തായാലും കമ്മിങ് വീക്സിൽ ഇതൊക്കെ നമ്മുടെ പുതിയ വളകളാണ്. ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ നോർമൽ ഷെയ്ഡിലുള്ള നാഗപട ബാങ്കിളല്ല, ഇത് ആന്റിക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന നാഗപട ബാങ്കിളാണ്. അതും ഇത് നമ്മുടെ ഈ സ്റ്റോൺസ് വന്നിട്ട് മിറർ സ്റ്റോൺസ് ആണ്. നമ്മുടെ ഗ്ലാസ് സ്റ്റോൺസ് അല്ല, മിറർ സ്റ്റോൺസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൈസസ് വ്യത്യാസം വരും. നമ്മുടെ നോർമൽ 1 ഗ്രാം ഗോൾഡ് പ്ലേറ്റ് എടുക്കുക, 1 ഗ്രാം ഗോൾഡ് വേണ്ടവർക്ക് അതും ഉണ്ട്. അല്ലാത്തവരുടെ കാര്യം ഞാൻ പറയുന്നതാണ്. അതും ആന്റിക് ഷെയ്ഡിൽ വരുന്നതാണ്, ഗോൾഡ് ഷെയ്ഡ് അല്ല, ആന്റിക് ഷെയ്ഡ്. അപ്പോൾ ഇതുപോലത്തെ കളക്ഷൻസും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ടാറ്റ. നാളത്തെ ലൈവിൽ കാണാം. ആരും ജോയിൻ ചെയ്യാണ്ടിരിക്കരുത് കേട്ടോ. ടാറ്റ.